ഹലോ, നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ ബൈ ട്രപ്പിസോയിഡൽ റൂൾ ആൻഡ് സിംസൺസ് 1/3 റൂൾ എന്നുള്ള ടോപ്പിക്കാണ്. ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷന് ഒരുപാട് ഫോർമുലകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂമറിക്കൽ മെത്തേഡ്സിൽ അതിൽ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ഫോർമുലകളാണ്, രണ്ട് മെത്തേഡ്സാണ് ട്രപ്പിസോയിഡൽ റൂളും സിംസൺസ് 1/3 റൂൾ. അതിൽ സിംസൺസ് 1/3 റൂളാണ് കുറച്ചുകൂടി ആക്യുറസി കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസിലും ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഇതുപോലെ എന്ന് വെച്ചാൽ കൃത്യം ഈ ഷേപ്പ് അല്ല, പല ഷേപ്പിൽ. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ കർവും എക്സ് ആക്സിസും ആയിട്ടുണ്ടാക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ x0 എന്ന ലോവർ ലിമിറ്റും xn എന്ന് പറഞ്ഞ അപ്പർ ലിമിറ്റും ഉണ്ടെങ്കിൽ ഈ സൈഡും പിന്നെ ഈ കർവും ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇൻ്റഗ്രൽ ഫ്രം ലിമിറ്റ് x0 ടു xn ഓഫ് f of x എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അതിൻ്റെ തിയറി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. x0 മുതൽ xn വരെയുള്ള x വാല്യൂവിനെ h എന്നുള്ള വിഡ്ത്തുള്ള ചെറിയ സ്ട്രിപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ സ്ട്രിപ്പിൻ്റെ നമുക്കറിയാം, ഈ മൂന്ന് ഭാഗങ്ങളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഈ നാലാമത്തെ ഭാഗത്തിൽ മാത്രം, ഈ ഭാഗം മാത്രം ഷേപ്പ് വ്യത്യാസം വരുന്നു. അപ്പോൾ നമുക്കിതിനെ ഒരു ട്രപ്പിസോയിഡ് എന്ന് വിളിക്കാം. ഈ ട്രപ്പിസോയിഡിൻ്റെ വിഡ്ത്ത് h ആണ്, ഇവിടെയും വിഡ്ത്ത് h ആണ്. ഈ സൈഡ് മാത്രം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണേണ്ടത്, ഈ ട്രപ്പിസോയിഡിനെ ഇതിനെ വളരെ 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 ചെറിയ സ്ട്രിപ്പുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇത് ഇവിടെ വളരെ y0ൻ്റെ വളരെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറ്റാം. വളരെ ചെറിയ എച്ചിൻ്റെ വാല്യൂ എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം അത് പിന്നെ ഒരു നല്ല റെക്റ്റാങ്കിളായി മാറും. അപ്പോൾ ഈ x0 ഇതിനെ ഒരു റെക്റ്റാങ്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇതാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ x0 ഇൻറ്റു y0 എടുത്തു കഴിഞ്ഞാൽ, h ഇൻറ്റു y0 എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആവും. പക്ഷെ അപ്പോൾ അത് കൃത്യമായിട്ട് ആക്യുറേറ്റ് അല്ല, ഇത് ഒരു ചെറിയ ഭാഗം എറർ വരും. അപ്പോൾ നമ്മളിതിൻ്റെ സ്ട്രിപ്പിൻ്റെ ഏരിയ, ഇതിൻ്റെ വിഡ്ത്ത് കുറച്ച് എത്രയും കുറച്ച് വിഡ്ത്തിൽ എത്തിക്കാൻ പറ്റുകയാണോ അത്രയും ആക്കിക്കൊണ്ട് ഇതിൻ്റെ റെക്റ്റാങ്കിളുകളുടെ ഏരിയ കണ്ട് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, പിന്നെ അതിൻ്റെ ഇൻ്റഗ്രൽ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ എന്താണ്, സപ്പോസ് നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. x0 മുതൽ xn വരെ x0, x1, x2, x3 അങ്ങനെ n ഡാറ്റ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y0, y2, y3 അപ് ടു yn സെറ്റ് ഓഫ് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ, n അല്ല n+1 സെറ്റ് ഓഫ് ഡാറ്റ, അതിനെ നമുക്ക് n ട്രപ്പിസോയിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിൻ്റെ ഏരിയ ഗണനം ചെയ്യാം. ഇതിനെ ഉപയോഗിക്കുന്ന ഫോർമുല ന്യൂട്ടൺ കോട്സ് ഫോർമുല എന്നാണ് വിളിക്കുന്നത്. ന്യൂട്ടൺ കോട്സ് ഫോർമുല ആർ ദ മോസ്റ്റ് യൂസ്ഡ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. ഈ സെയിം ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ട്രപ്പിസോയിഡൽ റൂളും സിംപ്സൺ 1/3 റൂളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് കോട്സ് ഫോർമുലയാണ് ന്യൂട്ടൺ കോട്സ് ക്വാഡ്രേച്ചർ ഫോർമുല എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ക്വാഡ്രേച്ചർ ഫോർമുലയാണ് നമ്മൾ ഇതിനെ ട്രപ്പിസോയിഡൽ റൂളിനും സിംപ്സൺ റൂളിനും ഉപയോഗിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള ഫോർമുല. നമുക്കിത് എഴുതിയിട്ടുള്ളത് വായിക്കാം. ലെറ്റ് us consider a function y is equal to f of x. This function is to be integrated within limits a to b ആണെങ്കിൽ, അതായത് x0 to xn ആണെങ്കിൽ, let the graph of the function be as in the figure. The area covered by the plot and x-axis within the limits represents the integral. The integral can be found out by dividing the area into large number of trapezoids of width h. By adding the areas of all trapezoids, we can find the total area.
the sides of these trapezoids are all parallel. ഇതെല്ലാം parallel ആണ്. And these are parallel to y-axis. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന x equal to 0 എന്ന സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് x equal to x0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുപോലെ x equal to xn എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ parallel to y axis. The width of the trapezoid h is be small enough to consider the side representing the function can be considered as a straight line. അപ്പോൾ ഈ ഭാഗം ഒരു ചെറിയ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നിടത്തോളം സ്മോൾ ആയിട്ടുള്ള h എടുക്കണം. If the relation between x and y are given as a table, it is necessary to use interpolation formula to find the value of y for intermediate values of x. x0, y0. Let us assume that the given data sets are x0, y0, x1, y1 up to xn, yn connected by a function y is equal to f of x, where f of x is not known explicitly. That ആണെങ്കിൽ അപ്പോൾ നമുക്ക് I is equal to integral a to b of f of x dx. Divide the interval a to b into a n subintervals of equal width such that x0 is equal to a and xn is equal to b. അപ്പോൾ x1 is equal to x0 plus h, x2 is equal to x0 plus 2h, and xn is equal to x0 plus nh. Then integrals x0 to xn of y dx. ഇതാണ് നമുക്ക് കാണുന്നത് y dx. Substituting for y from Newton's forward interpolation formula. നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉണ്ടായിരുന്നു. I is equal to x0 to xn y0 plus p delta y0 plus p into p minus 1 delta square y0 by 2 plus p into p minus 1 into p minus 2 into delta cube by y by 6 plus etc etc. But അപ്പോൾ അതിലെ p is equal to x minus x0 by h and x equal to x0 plus ph. dx equal to h അല്ലെങ്കിൽ dx by dp is equal to h. As x0 equal to 0 എന്നും x0 equal to n, xn is equal to n എന്ന് അസ്യൂം ചെയ്യാം. I is equal to നമുക്ക് എഴുതാം h into integral 0 to n y0 plus p into delta y0 plus p into p minus 1 into ഇതിവിടെ ഉണ്ടായിരുന്ന ഈ dx നെ മാറ്റി നമ്മൾ dp ആക്കുമ്പോൾ dx is equal to h dp. അപ്പോൾ h into dp ഇതിവിടെ dx ആണ്. അപ്പോൾ I is equal to h into y0. അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ ഇവിടെ ഇങ്ങനെ കിട്ടും n y0 plus n square by 2 delta y0 plus 2n cube by minus 3n square by 12 delta square y0 plus ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നമ്മൾ ഇനി ട്രപ്പിസോയിഡൽ റൂൾ നോക്കാം. ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രപ്പിസോയിഡൽ റൂളും സിംപ്സൺ ട്രപ്പിസോയിഡൽ റൂളും ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് the interval a and to b is divided into n sub elements. Since each element is analyzed separately, അപ്പോൾ അതിലത്തെ n sub elements ഓരോ elementsന്റെയും ഇന്റഗ്രൽ ഫ്രം ഇതിനെ സബ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇന്റഗ്രൽ a to b of y dx is equal to integral x0 to x1 y dx plus x1 plus x2 into y dx plus xn minus 1 to xn y dx. ഇതിനെ എല്ലാം സബ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഓരോന്നിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഫ്രം ദ എബോവ് ഇക്വേഷൻ ഇഫ് n is equal to 1, ഇതിൽ n is equal to 1 ആണെങ്കിൽ ആ ഫോർമുലയിൽ ഈ ഫോർമുലയിൽ if n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ ഓരോന്നിലും n equal to 1 ആയിട്ട് എടുത്ത് ആ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ I is equal to നമുക്ക് എഴുതാം ഫ്രം ദ എബോവ് ഇക്വേഷൻ if n is equal to 1 I is equal to h into n is equal to 1 y0 plus delta y0 by 2 ബാക്കി ഹയർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ h into y0 plus y1 by 2 minus y0 by 2 is equal to h by 2 into y0 plus y1. Similarly, integral x1 to x2 y dx is equal to h by 2 into x1 plus x2. ഇതെല്ലാം കൂടി സം ചെയ്യുകയാണെങ്കിൽ integral a to b of y dx is equal to h by 2 into
y0 plus y1 plus y1 minus y2 plus y2 plus y3 plus up to yn minus 1 plus yn. ഇത് ഈക്വൽ ടു h/2 ഇൻറ്റു y0 ആദ്യത്തത് ഒരു പ്രാവശ്യമുള്ളൂ. ഇതൊക്കെ 2 ടൈംസ് വരുന്നുണ്ട്. y1 2 പ്രാവശ്യം, y2 2 പ്രാവശ്യം, y3 2 പ്രാവശ്യം. അങ്ങനെ yn ഫസ്റ്റ് 1 y0 ആൻഡ് ലാസ്റ്റ് yn ഓരോ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻ ബിറ്റ്വീൻ ഉള്ളതെല്ലാം 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ i is equal to h/2 ഇൻറ്റു y0 പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് അപ് ടു yn മൈനസ് 1 പ്ലസ് yn. ഇതാണ് ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ട്രപ്പിസോയിഡൽ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിംസൺ റൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. നമ്മൾ ഇതിലെ this is a more accurate, ഇത് കുറച്ചുകൂടി more accurate and popular method. In this method the interval AB is divided to n sub elements n sub elements ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, x0 to x2 y ഇതിനെ integral a to b y dx is equal to integral x0 to x2 y dx plus integral x2 to x2 ഡബിൾ ഈ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ പിന്നെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ രണ്ട് സ്റ്റെപ്പാണ്. അപ്പൊ നമുക്ക് n is equal to ഓരോ സബ് ഇന്റർവെലും 2 സ്റ്റെപ്പായിട്ട് എടുക്കുന്നു. x0 to x1 and x1 to x2 അത് രണ്ടും കൂടി ഒറ്റ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പായിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ n is equal to നമ്മുടെ നേരത്തെ ഫോർമുലയിൽ n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ n is equal to 2 in each interval. So del cube y0 and higher terms will vanish from the difference table. അപ്പൊ നമ്മൾ n equal to 2 എടുക്കുകയാണ് ഇവിടെ. ഈ ഫോർമുലയിൽ n equal to 2 h into അപ്പൊ 2y0 പ്ലസ് 2 ഡെൽറ്റ y0 പിന്നെ ഈ ടേംസ് മുകളിലേക്കുള്ളത് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ 2 വരുമ്പോൾ ഇത് 2 ടേംസ് വരും. അപ്പൊ നമ്മളിവിടെ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2y0 പ്ലസ് 2 ഡെൽറ്റ y0 പ്ലസ് 1/3 ഡെൽറ്റ സ്ക്വയർ y0 ഈ 3 ടേം എടുക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നെഗ്ലിജിബിൾ. ഇത് ഈക്വൽ ടു h ഇൻറ്റു 2y0 പ്ലസ് ഡെൽറ്റ y0 സബ്സ്റ്റിറ്റ്യൂട്ട് y1 മൈനസ് y0 അപ്പോൾ 2 ഇൻറ്റു y1 മൈനസ് y0 പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 പ്ലസ് മൈനസ് y1 മൈനസ് y0 അപ്പോൾ y2 മൈനസ് 2y1 പ്ലസ് y0 ഇത് എഴുതി കഴിഞ്ഞാൽ h/3 ഇൻറ്റു y0 പ്ലസ് 4y1 പ്ലസ് 4y2 അങ്ങനെ ഇനി x2 to x4 എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും h/3 ഇൻറ്റു y2 പ്ലസ് y0ന്റെ സ്ഥാനത്ത് y2 y1ന്റെ സ്ഥാനത്ത് y3 ഇതിന്റെ സ്ഥാനത്ത് y4 ആണ്. അപ്പം h/3 ഇൻറ്റു y2 പ്ലസ് 4y3 പ്ലസ് y4 ഇങ്ങനെ ലാസ്റ്റ് xn-2 ടു xn നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ സോ i is equal to h/3 ഇന്റഗ്രൽ y0 പ്ലസ് 4 ഇൻറ്റു y1 പ്ലസ് y3 പ്ലസ് 1/y5 അങ്ങനെ yn-1 വരെ പ്ലസ് 2 ഇൻറ്റു y2 പ്ലസ് y4 പ്ലസ് ഇത് നോക്കിയാൽ അറിയാം y2 y4 ഒക്കെ 2 ടൈംസ് വരുന്നു. ഫസ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഒരു പ്രാവശ്യം, അതിൻ്റെ ഇടയ്ക്ക് ഓഡ് ആയിട്ടുള്ള y1 y3 y5 ആയിട്ടുള്ള അതൊക്കെ 4 ടൈംസ് ആൻഡ് ഈവൻ ആയിട്ടുള്ള y2 y4 അത് എല്ലാം 2 ടൈംസ്. In this method n should be an odd number so that there are even number of intervals. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ആക്യുറസി എറർ വരും. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം n should be odd number so that there are even number of intervals, strips. As n increases, accuracy increases. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു ഇന്റഗ്രേഷൻ ചെയ്യാന്ന് വിചാരിക്കാം. ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ എക്സാമ്പിൾ x³ മൈനസ് 12x² പ്ലസ് 5x പ്ലസ് 2 ബിറ്റ്വീൻ ലിമിറ്റ് 0 ആൻഡ് 10 ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുക ഇന്റഗ്രൽ 0 to 10 x³ മൈനസ് 12x² പ്ലസ് 5x പ്ലസ് 2 dx. ഇത് നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഫ്രം ലിമിറ്റ് 0 to 10 ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ x⁴/4 ഇത് മൈനസ് 12x³ 3 പ്ലസ് 5x²/2 പ്ലസ് 2x. ഫ്രം ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 10,000/4
ഇത് -12,000 4,000, ഇത് 250 ആൻഡ് ഇത് 20, എല്ലാം കൂടി -1230 വരെ. ഇത് നമ്മൾ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. എക്സ് ആൻഡ് വൈ വരുന്ന വിധത്തിൽ ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഈ ടേബിൾ ഡാറ്റ ഉപയോഗിച്ചിട്ടും ഇന്റഗ്രൽ അല്ലാതെ ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിച്ചിട്ടും ഇന്റഗ്രൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ ഷുഡ് ബി ഈക്വൽ ടു -1230. ഇത് നമ്മൾ ഇവിടെ ട്രപ്പിസോയിഡൽ റൂൾ ബൈ ഡാറ്റ എൻ്റർ ചെയ്യാം. ഇത് നമ്മൾ ട്രപ്പിസോയിഡൽ ഡാറ്റ ബൈ ഡാറ്റ പോയിന്റ്സ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഡാറ്റ പോയിന്റ്സ് നമ്മളിവിടെ ടേബിൾ ആയിട്ട് കണ്ടുവച്ചു. 0ക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂസ് വരുന്നത് 0 ആയി കഴിഞ്ഞാൽ 2, 1ന് -4, 2ന് -28, 3ക്ക് -64, ഇങ്ങനെ 10 വരെയുള്ള വാല്യൂസ് നമ്മൾ കണ്ടുവച്ചു. അപ്പൊ ഇതിൽ ഈ ഡാറ്റ സെറ്റ് നമ്മൾ ഡാറ്റ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ വരുന്നത് നോക്കണം. ഇതില് നമ്മൾ അതിന്റെ ഒരു പ്രോഗ്രാം എഴുതുന്നു. അപ്പൊ അതിൽ എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഡാറ്റ എക്സ് ഡാറ്റയും വൈ ഡാറ്റയും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അത് x1, x2, x3, x4 അങ്ങനെ xn വരെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ 11 നമ്പർ ഓഫ് ഡാറ്റ ഉണ്ട്. ആ 11 നമ്പർ ഓഫ് ഡാറ്റ xi ആൻഡ് y ആയിട്ട് സ്റ്റോർ ചെയ്തു. xi ഇൻപുട്ട് എടുത്തിട്ട് എക്സ് ഡാറ്റയിൽ അപ്പൻഡ് ചെയ്തു, വൈ ഡാറ്റയിലും അപ്പൻഡ് ചെയ്തു. അപ്പോൾ വൈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഡാറ്റ എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെയുള്ള 11 എക്സിന്റെ വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഡാറ്റ എന്ന് പറയുന്ന വൈയുടെ പോയിന്റ്സ്. അത് നമുക്കറിയാം എക്സ് ഡാറ്റ 1 - എക്സ് ഡാറ്റ 0 ഈസ് ഈക്വൽ ടു എച്ച്. ടോട്ടൽ നമ്മൾ എടുക്കുന്നു, ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. ആ ടോട്ടലില് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു ആദ്യത്തെ എന്താണ് വൈ ഡാറ്റ ഓഫ് 0 ആൻഡ് വൈ ഡാറ്റ ഓഫ് n-1. അത് രണ്ടും ഒരു പ്രാവശ്യം മാത്രം വരുന്നു. പിന്നെ ഉള്ളതൊക്കെ അതിന്റെ ഇടയ്ക്കുള്ളതൊക്കെ 0 i in range 1 to n-1. 1 to n-1. അപ്പൊ ലാസ്റ്റ് വാല്യൂ ഫസ്റ്റ് വാല്യൂ ഒഴിവാക്കിയിട്ട് നമ്മൾ i വാല്യൂസ് എടുക്കാണ്. അപ്പോൾ x ഈക്വൽ ടു 0 to 10 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 1 to n-1 എന്ന് പറഞ്ഞാൽ n-1ന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ വരും. അപ്പോൾ അതിനെ ടോട്ടൽ ഈസ് ഈക്വൽ ടു 2 ടൈംസ് അതിന്റെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇന്റഗ്രൽ എല്ലാം കൂട്ടി അതിനെ x/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ട്രപ്പിസോയിഡൽ. നമുക്ക് ഇതൊന്ന് രണ്ട് വിധത്തിൽ ചെയ്ത് നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് ഡാറ്റ സെറ്റ്സ്. നമുക്ക് 11 ഡാറ്റ സെറ്റ് ഉള്ളതായിട്ട് 0 മുതൽ 10 വരെ 11 ഡാറ്റ സെറ്റ്സ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. 11 ഡാറ്റ സെറ്റ്സ്. അടുത്തതായിട്ട് ഈ 11 ഡാറ്റ ചെയ്യണം. 0ക്ക് വാല്യൂ 2, 1ന്റെ വാല്യൂ -4, 2ന്റെ വാല്യൂ -28, 3യുടെ വാല്യൂ -64, 4ന്റെ വാല്യൂ -106, 5ന്റെ വാല്യൂ -148, 6ന്റെ വാല്യൂ -184, 7ന്റെ വാല്യൂ -208, 8നുള്ള വാല്യൂ -214, 9ന്റെ വാല്യൂ -196, and 10 ലാസ്റ്റ് വാല്യൂ 10ന് -148. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1225. ഇതാണ് നമ്മുടെ വാല്യൂ കിട്ടുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പിന്നെ നമ്മുടെ നോട്ടിലുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1225. ഇത് തന്നെ ഇത് നമ്മൾ എത്ര 10 ഡാറ്റ സെറ്റ്സ് എടുത്തു. സെയിം തന്നെ നമ്മൾ വിത്ത് 6 ഡാറ്റ സെറ്റ്സ് മാത്രം എടുക്കാനായി. അതായത് 0ക്ക് 2ന്റെ 4ന്റെ 6ന്റെ 8ന്റെ 10ന്റെ ഡാറ്റ മാത്രം എൻട്രി ചെയ്താൽ എത്ര കിട്ടുന്നു നോക്കാം. 0 അല്ല ഡാറ്റ സെറ്റ്സ് 6, ആദ്യത്തെ 0 അതിന്റെ വാല്യൂ 2, രണ്ടാമത്തെ 2 അതിന് കറസ്പോണ്ടിങ് -28, 4ന് -106, 6ന് -184, 8ന് -214, 10ന് -148. അപ്പൊ നമുക്ക് കിട്ടുന്ന 1210. അതിൽ എറർ വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് കിട്ടിയത് 1225 ആയിരുന്നു. ഇപ്പൊ കിട്ടുന്ന 1210 ആണ്. നമ്മുടെ ശരിക്കും കിട്ടേണ്ട വാല്യൂ 1230 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ എച്ചിന്റെ വാല്യൂ, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് അത് കുറയുന്നതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പൊ 11 ഡാറ്റ ആക്കിയപ്പോൾ 1225 മൈനസ് 1225, 6 സെറ്റ് ഓഫ് ഡാറ്റ എടുത്തപ്പോൾ അത് 1210. ഇനി സിംസൺ റൂൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം അതിന്റെ നമ്മളിത് അവിടെ എക്സ് ഡാറ്റ വൈ ഡാറ്റ എടുത്ത് അത് അപ്പൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് എച്ച് കണ്ടു. അത് കഴിഞ്ഞ് ടോട്ടൽ ഇസിക്വൽ ടു ആദ്യത്തെ ഫസ്റ്റ് വൈ ഡാറ്റ ഇൻറ്റു ലാസ്റ്റ് വൈ ഡാറ്റ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലെ ഓഡ് നമ്പേഴ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓഡ് നമ്പേഴ്സ് 1 ഇതിൽ 1 3 5 1 റേഞ്ച് 1n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 5 7 അങ്ങനെ പോകും. അടുത്തത് ഫോർ ഐ ഇൻ റേഞ്ച് 2 2, അതായത് ഇതിനെ നമ്മൾ എടുത്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടലിൽ ആഡ് ചെയ്തു. ഇതിലെ ഓരോന്നിനെയും, അതായത് ഈവൻ നമ്പർ അതിനെ ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ആഡ് ചെയ്തു. ഇത് എന്നിട്ട് h/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് സിംസൺ 1/3 റൂൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം 11 സെറ്റ് ഓഫ് ഡാറ്റ എടുത്ത് നോക്കാം. അത് 0 2, രണ്ടാമത്തെ ഡാറ്റ 1 -4, മൂന്നാമത്തെ ഡാറ്റ 2 -28, 3 -64, 4 -106, 5 -148, 6 -184, 7 -208, 8 -214, 9 -196, and last 10 -148. അത് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ 1230 എന്ന് കിട്ടുന്നത്. നമ്മളിത് ഇന്റഗ്രൽ 0 to 10 അതിനെ 11 ഡാറ്റ സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിംസൺ റൂളിൽ നമ്മൾ ആ ഡാറ്റ മാത്രം എടുത്ത് നമുക്ക് സിംസൺ അതിൽ ഫംഗ്ഷൻ ഏതാ നമ്മൾ കൊടുക്കുന്നില്ല, ഡാറ്റ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് 1230. ഇനി നമ്മൾ ആറ് ഡാറ്റ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 6 സെറ്റ് ഓഫ് ഡാറ്റ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിലോ 0ക്ക് 2, 2ന് -28, 4ന് -106, 6ന് -184, 8ന് -214,
ആൻഡ് ലാസ്റ്റ് 10 -148. അപ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഡാറ്റയിൽ, ഏത് എറർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയാം, ഈ പിന്നെ എച്ച് കൂടുന്തോറും വ്യത്യാസം വരുന്നു എന്ന് പറയാം. ഇത് നമ്മളിപ്പോൾ ഡാറ്റ, ഇനി നമുക്ക് ഇതിനെ ഒരു y വാല്യൂ ഡാറ്റ വെച്ചിട്ട് ഇതിന്റെ ഫംഗ്ഷൻ നമ്മുടെ x³ - 12x² + 5x + 2 എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിക്കാം. നമ്മൾ ഇപ്പൊ ചെയ്തത് ഡാറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ അറിയില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയ ഉത്തരം. ഇത് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് അറിയാം, y = x³ - 12x² + 5x + 2 എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതിന്റെ ഇന്റഗ്രൽ 0 to 10 ചെയ്യണം, 0 to 10. അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ഫംഗ്ഷൻ f(x) = y = ഇത് റിട്ടേൺ y. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെഫിനേഷനിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ ഓരോ സമയത്തും ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിച്ച് അതിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു തരും ഈ ഫംഗ്ഷൻ. അടുത്ത് നമ്മൾ നോക്കുന്നു, എക്സ് ഡാറ്റനെ നമ്മൾ ഒരു ലിസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. 0 മുതൽ 11 വരെയുള്ള 0, 1, 2, 3 up to 10 വരെയുള്ള ഒരു ലിസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. എക്സ് ഡാറ്റ = റേഞ്ച് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ആയിട്ട് വരുന്നു. അടുത്ത് നമുക്ക് വൈനെ ഇതേപോലെ തന്നെ ഒരു ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യണം. y ഡാറ്റ ആദ്യം നമ്മൾ 0 എടുത്തു. പിന്നെ ഇതിൽ നമുക്ക് 11 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ n = 11 എന്ന് കൊടുത്തു. ഇനി for I in x data, y data = y data.append f of I. അപ്പോൾ എക്സിന്റെ ഈ സെറ്റിൽ നിന്ന് എക്സ് ഡാറ്റയുടെ ഓരോ വാല്യൂ ഐ വാല്യൂ ആയിട്ട് എടുത്തുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിന്റെ x1 എന്നുള്ള വാല്യൂ എടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f of I = x വരുന്ന വിധത്തിൽ ആദ്യത്തെ എക്സിന്റെ വാല്യൂ എടുത്തിട്ട് y കാൽക്കുലേറ്റ് ചെയ്യും. ആ y ഇവിടെ അപ്പൻഡ് ചെയ്യും, y ഡാറ്റയിൽ അപ്പൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ് ഡാറ്റയിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിച്ച് y ഡാറ്റയിൽ അപ്പൻഡ് ചെയ്തു. നമ്മളിതൊന്ന് അന്ന് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് എക്സ് ഡാറ്റയും y ഡാറ്റയും നമ്മളൊന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രപ്പിസോയിഡൽ റോൾ ഉപയോഗിച്ച് നമ്മുടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന ഫോർമുലയാണ് ഇവിടെ. h കാൽക്കുലേറ്റ് ചെയ്തു, x data 1 - x data 0. അതിന്റെ എക്സിന്റെ ഡിഫറൻസ് = h. പിന്നെ ടോട്ടൽ എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ചെയ്തു, y ഡാറ്റയുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂസ് ഇവിടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ അതിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഒക്കെ എടുത്തിട്ട് ഓരോ y ഡാറ്റയുടെയും കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിലായിട്ട്, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ h/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതാണ് നമ്മുടെ ഇന്റഗ്രൽ. ഇത് തന്നെ നമുക്ക് പിന്നെ നമ്മൾ പിന്നെ സിംസൺസ് 1/3 റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടോട്ടൽ = നമ്മൾ ഫസ്റ്റ് നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഡാറ്റ ലാസ്റ്റ് ഡാറ്റ ആഡ് ചെയ്തു. പിന്നെ ഓരോ ഓഡ് വാല്യൂസ് ഓഫ് ഡാറ്റയുടെ y1, y3, y4 അതെല്ലാം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഈവൻ വാല്യൂസ് ഒക്കെ വരുന്നത് y2, y4, y6 അങ്ങനെ വരുന്നതെല്ലാം ഇതിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്റഗ്രൽ ആയിട്ട് എടുത്തു. ഇന്റഗ്രൽ ഇതാണ് നമ്മുടെ നമുക്ക് ഇന്റഗ്രേഷൻ. ഇത് തന്നെ ഞാൻ ഇവിടെ മറ്റു ഇന്റഗ്രേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ ഇത് തന്നെ സെയിം ഇത് നമ്മൾ ചേർത്തു. ഇതിനെ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ലിമിറ്റ്, ഇതിന്റെ ലോവർ ലിമിറ്റ് 0 ആൻഡ് അപ്പർ ലിമിറ്റ് 10. ഇന്റർവെൽസ് നമുക്ക് ആദ്യം 10 ഇന്റർവെൽസ് 10 എണ്ണം എടുക്കാം. അപ്പൊ കിട്ടുന്നത് കണ്ട
ഇന്റഗ്രൽ ബൈ ട്രപ്പ് ഇതാണ് നമ്മുടെ ഇത് ഗ്രാഫ് കൂടി പ്ലോട്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇതിനെ നമ്മൾ പിന്നെ എങ്ങനെയാ 10 ഇന്റർവെൽസ് ആയിട്ട് തിരിച്ച് അതിന്റെ ഏരിയകൾ കണ്ട് കൂട്ടിയതാണിത്. അപ്പൊ ട്രപ്പിസോയിഡൽ റൂൾ ഉപയോഗിക്കുമ്പോൾ -2025 ഇത് നമ്മൾ നേരത്തെ 11 ഡാറ്റ എടുത്ത് ചെയ്തപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ നമുക്ക് കിട്ടിയതാണ് 1225. ഇത് പിന്നെ 11 എടുക്കുമ്പോൾ 1230 കിട്ടി. ഇത് തന്നെ നമുക്ക് അപ്പൊ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇത് തന്നെ നമുക്ക് ഒന്നുകൂടി അതിന്റെ സ്റ്റെപ്പ് ഹൈറ്റ് മാറ്റി നോക്കാം. 0 and 10 ഇതിന് നമുക്കൊരു 1000 ഇന്റർവെൽ ആയിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ കണ്ടപ്പോ ഗ്രാഫ് ഇത് തന്നെ 1229.995 ട്രപ്പിസോയിഡൽ റൂളിന്റെ ഇത് വന്നു. സിംപ്സൺ റൂൾ സെയിം തന്നെ 1230. നമുക്ക് ഇതൊന്നുകൂടി കൂടുതൽ സ്റ്റെപ്പ് ഹൈറ്റ് ഒന്നുകൂടി കുറയ്ക്കാം. എച്ചിന്റെ വാല്യൂ ഇനിയും കുറയ്ക്കാം. 0 to 10 1 lakh നമ്പർ ഓഫ് ഇന്റർവെൽസ് ആക്കി മാറ്റാണ്. 10, 100, 1000, 1000 1 lakh. അപ്പൊ നോക്കൂ 129.1229.9999 1230 അപ്പൊ ഇത് രണ്ടും ട്രപ്പിസോയിഡൽ റൂളും സിംപ്സൺ റൂളും ഏകദേശം ഈക്വൽ ആയി. അപ്പൊ എത്രത്തോളം സ്റ്റെപ്പ് ഹൈറ്റ് കുറയ്ക്കുന്നോ അല്ലെങ്കിൽ സ്ട്രിപ്സ് കൂടുതൽ ഡിവൈഡ് ചെയ്യുന്നോ അവിടെ നമ്മുടെ എറർ കുറഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് ഇതൊന്ന് കാണാം. ഇതില് ഇതും ഇത് തന്നെയാണ്. ഇത് ഇന്റഗ്രൽ ട്രപ്പിസോയിഡൽ റൂൾ 1225 and 1230. അപ്പൊ നമ്പർ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് അതിന്റെ സ്ട്രിപ്സിന്റെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. സിംപ്സൺ റൂളിൽ ഈവൻ നമ്പർ ഓഫ് ഇതായിട്ട് ഡിവൈഡ് ആണ്, സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇതിന്റെ എണ്ണം അല്ലെങ്കിൽ പിന്നെ എത്രത്തോളം സ്റ്റെപ്പ് ആയിട്ട് കുറയ്ക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇന്റർവെൽസ് കൂട്ടുന്നോ അത്രത്തോളം ആക്യുറസി കൂടുതലാണ്. ഇത്രയാണ് നമ്മളിപ്പോ പിന്നെ ഇത് അപ്പൊ സിംപ്സൺ 1/3 റൂൾ ഒരു വളരെ നല്ല ആക്യുറസി കൂടുതലുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇതിവിടെ കഴിഞ്ഞു ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ. നിങ്ങൾക്ക് മറ്റ് ഫങ്ഷൻസ് ഉപയോഗിച്ച് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്.